അല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ തോതുള്ള സംസ്ഥാനം കേരളം. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ ചിലവാക്കാനുള്ള കാശ് ഓൺ എ റിലേറ്റീവ് ബേസിസ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ആൾക്കാരുടെ കയ്യിൽ സ്പെൻഡിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബൈയിങ് പവർ കൂടുതലാണെന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. കേരളം നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി എന്താണ്? ധനകാര്യ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കുകയാണ് വേണ്ടതെന്ന് സാമ്പത്തിക വിദഗ്ധൻ എസ് ആദികേശവൻ പറയുന്നു. ആളുകളുടെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു ഹൈവേ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ 200 രൂപ കൊടുത്ത് ഊണ് കഴിക്കുന്നതിന് പറ്റുന്ന ഹോട്ടലുകളാണ് മിക്കവാറും കാണുന്നത്. അതിൽ അവിടെ ഒരു അരമണിക്കൂറെങ്കിലും നിൽക്കാതെ ഒരാൾക്ക് ഊണ് കഴിക്കാൻ കഴിയില്ല. തിയേറ്ററുകളിൽ 80 രൂപയ്ക്കും സിനിമ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം 150 രൂപ, 200, 250 രൂപയായി. അവിടെയും ആളുകളുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു രീതിയിലേക്ക് നമ്മളിത് മാറുന്നുണ്ട്. ചെലവ് ചെയ്യുന്നതിന് ആളുകളുടെ കയ്യിൽ പണം വരുന്നുണ്ട്. ഗവൺമെൻറ്റിന് ഇതേ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണം ആവശ്യത്തിനില്ല എന്നാണ് പറയുന്നത്. ഇതിലൊരു വൈരുദ്ധ്യം, ഒരു പൊരുത്തക്കേട് വരുന്നില്ലേ? എങ്ങനെയാണിത് സംഭവിക്കുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ തോതുള്ള സംസ്ഥാനം കേരളം. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ ചിലവാക്കാനുള്ള കാശ് ഓൺ എ റിലേറ്റീവ് ബേസിസ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ആൾക്കാരുടെ കയ്യിൽ സ്പെൻഡിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബൈയിങ് പവർ കൂടുതലാണെന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. സംസ്ഥാന ഗവൺമെൻറ് സ്ഥിതി ഞാൻ പറഞ്ഞതുപോലെ അത് കുറച്ചധികം നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതൊരു ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് ഇഷ്യൂ ആണ്, ഞാനങ്ങനെയാണ് കാണുന്നത്. ഈ പ്രധാനമായിട്ടും ഇതൊരു ലിക്വിഡിറ്റി പ്രോബ്ലമാണ്. അതായത് നമുക്ക് ഇപ്പം ഞെരുക്കം, ഇപ്പോൾ 2-3 മാസത്തെ ഇപ്പോൾ ശമ്പളം നമുക്ക് കിട്ടിയില്ലെങ്കിൽ, വരാനുള്ള കാശ് വന്നില്ലെങ്കിൽ, അതുപോലെ തന്നെ പിരിയാനുള്ള ഇപ്പോൾ തിരിച്ച് നമുക്ക് കിട്ടാനുള്ള ടാക്സേഷൻ പോലെയുള്ള ഇപ്പോൾ GST, അതുകൊണ്ടാണ് ഞാൻ GSTയുടെ കണക്ക് പറഞ്ഞത്. അങ്ങനത്തെ വരുമാന സ്രോതസ്സുകൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ വരുന്നില്ലെങ്കിൽ ഈ മാതിരിയുള്ള ഞെരുക്കം നമുക്കുണ്ടാവും. അത് ധനകാര്യ മാനേജ്മെൻറ്റ് കൊണ്ട് അതിനെ നേരിടാൻ പറ്റും. അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാര്യക്ഷമമാവണമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിഹാരം. ധനകാര്യ മാനേജ്മെൻറ്റിൽ പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം വന്നതാണോ അതോ ക്യുമുലേറ്റീവായിട്ട് വന്നതാണോ? എങ്ങനെയാണത്? അതായത് ഇത് അങ്ങനത്തെ ഒരു സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള സമീപനം നമുക്ക് പറ്റില്ല. വരുമാന മാർഗങ്ങൾ അല്ലെങ്കിൽ വരുമാന സ്രോതസ്സുകൾ കൂട്ടാനായിട്ടുള്ള മാർഗങ്ങൾ കണ്ടുവയ്ക്കുക. എവിടെയൊക്കെ ചിലവ് കുറയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ ചിലവ് കുറയ്ക്കുക. പിന്നെ ആനുകൂല്യങ്ങൾ ഈ അർഹതപ്പെട്ടവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കുക. അതാണല്ലോ ടാർഗറ്റഡ് സബ്സിഡി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ മാതിരിയുള്ള കുറേ നിർദ്ദേശങ്ങൾ, ഇപ്പം നിർദ്ദേശങ്ങളുടെ കുറവ് കൊണ്ടൊന്നുമല്ല, ഈ പ്രശ്നം വന്നതിന് ശേഷം മിക്കവാറും ബന്ധപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞരും, ഞാനൊരു സാമ്പത്തിക വിദ്യാർത്ഥി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, മിക്കവാറും ആൾക്കാർ കുറേ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് നടപ്പിലാക്കിയാൽ ഈ പ്രശ്നം കേരളത്തിന് തരണം ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വാസം.